അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇത്തബഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട QVP പഠിതാക്കളെ, നമ്മൾ സൂറത്തുൽ അഹ്സാബ് ഇൻഷാ അല്ലാഹ് അവസാന ക്ലാസ്സിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിക്കുന്നതൊക്കെ സാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തകൂനൂ കല്ലദീന ആദൗ മൂസാ ഫബറഅഹുല്ലാഹു മിമ്മാ ഖാലൂ وكان عند الله وجيها. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, വിശ്വസിച്ച ജനങ്ങളെ, ലാ തകൂനു, നിങ്ങൾ ആവരുത്, കല്ലദീന ആദൗ മൂസ, നിങ്ങൾ ആരെപ്പോലെ ആവരുത്, മൂസാ നബി അലൈഹിസ്സലാമിനെ പ്രയാസപ്പെടുത്തിയ ശല്യപ്പെടുത്തിയ ആളുകളെപ്പോലെ നിങ്ങൾ ആവരുത്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനെ ശല്യപ്പെടുത്തുക എന്ന് അല്ലാഹു മൊത്തത്തിൽ പറഞ്ഞു. ബനു ഇസ്രായേല്യർ മൂസാ നബി അലൈഹി സ്വലാമിനെ ശല്യപ്പെടുത്തി എന്നല്ലാഹു മൊത്തത്തിലിവിടെ സൂചിപ്പിച്ചെങ്കിലും എന്ത് പ്രയാസമാണ് എന്നല്ലാഹു ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് പരിശുദ്ധ ഖുർആനും തിരു ഹദീസുകളും പരിശോധിക്കുമ്പോൾ മൂസാ നബി അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങളും കുത്തുവാക്കുകളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക വിഭാഗമായിരുന്നു ഈ ബനു ഇസ്രായേൽ, ഈ ജൂതന്മാരെന്ന് പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് അവർ ജൂതന്മാരെന്നല്ല വിശേഷിപ്പിക്കപ്പെട്ടത്. നമ്മൾ അവരുടെ ഈ ഇന്നത്തെ ഒരവസ്ഥ നോക്കി പറഞ്ഞതാണ്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഏറ്റ പ്രയാസങ്ങൾ ഒരുപാട് നമുക്ക് ഖുർആനിലും ഹദീസിലും കാണാൻ സാധിക്കും. അതിൽ പെട്ട ചിലത് നമ്മൾ പരാമർശിക്കുകയാണെങ്കിൽ, ഒരു യുദ്ധസന്ദർഭം വന്നപ്പോൾ നിങ്ങൾ ഇറങ്ങി യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീയും നിൻ്റെ റബ്ബും കൂടെ പോയി യുദ്ധം ചെയ്തോ, നമ്മളിവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അള്ളാഹു ആകാശത്ത് നിന്ന് മന്നയും സൽവയും ഒക്കെ ഇറക്കി കൊടുത്തപ്പോൾ നമുക്ക് ഈ ഒരൊറ്റ വിഭവം മാത്രം പോരാ, നമുക്ക് പലതരം ഭക്ഷണങ്ങൾ അള്ളാഹുവിനോട് പുറത്തു കൊണ്ടുവരാൻ പറയൂ എന്ന് പറഞ്ഞതും. അതുപോലെ തന്നെ അവർ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി 40 ദിവസം അള്ളാഹു നിശ്ചയിച്ച ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരുമ്പോഴേക്ക് ഈ അനുയായികളൊക്കെ കൂടി ഒരു പശുക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങിയതും, അതിൻ്റെ പ്രായശ്ചിത്തമായിക്കൊണ്ട് നിങ്ങൾ തൗബ ചെയ്യണം, നിങ്ങളുടെ തൗബ എന്നുള്ളത് നിങ്ങളിൽ കുറ്റം ചെയ്ത ആളുകളെ, കുറ്റം ചെയ്യാത്ത ആളുകൾ കൊന്നുകളയലാണ് നിങ്ങൾക്കുള്ള തൗബ എന്ന് പഠിപ്പിച്ചപ്പോൾ, അള്ളാഹുവിനെ നമ്മൾ കണ്ണുകൊണ്ട് കാണാതെ വിശ്വസിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ പലതരത്തിൽ മൂസാ നബിയെ ഇങ്ങനെ പ്രയാസപ്പെടുത്തിയത് നമ്മൾ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഒരിക്കൽ ഹാറൂൻ നബിയെ കാണാതായപ്പോൾ ഹാറൂൻ നബിയെ മൂസാ നബി കൊന്നുകളഞ്ഞു എന്നൊക്കെ അവർ ആരോപണം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമുക്ക് ഹദീസുകളിലൊക്കെ ഇമാം ബുഖാരിയൊക്കെ ഈ ആയത്തിൻ്റെ തഫ്സീറായിക്കൊണ്ട് പ്രത്യേകം ഒരു കഥ പ്രത്യേകമായി ഇമാം ബുഖാരി കൊണ്ടുവരുന്നുണ്ട്. അതായത് മൂസാ നബി അലൈഹിസ്സലാം അങ്ങേയറ്റം ലജ്ജയുള്ള ഒരു മനുഷ്യനായിരുന്നു. തൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ മറ്റുള്ളവർ കാണുന്നത് അദ്ദേഹം അങ്ങേയറ്റം ലജ്ജിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മൂസാ നബി ബാക്കിയുള്ള ആളുകൾ കുളിക്കുന്ന ഒരു സ്ഥലത്തു നിന്നായിരുന്നില്ല കുളിക്കാറുണ്ടായിരുന്നത്. മാറി നിന്ന് വളരെയധികം മറ സ്വീകരിച്ചിട്ടായിരുന്നു മൂസാ നബി അലൈഹിസ്സലാം കുളിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഈ മനുഷ്യർ മൂസാ നബി അലൈഹി സ്വലാമിനെതിരെ പല ആരോപണങ്ങളും ഉന്നയിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് വെള്ളപ്പാണ്ട് ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റ് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ക്ഷണവീക്കം പോലെയുള്ള രോഗമുള്ളത് കൊണ്ട്, നമ്മൾ കാണുന്നത് കൊണ്ടാണ്, അങ്ങനെ ന്യൂനതകളുള്ളത് കൊണ്ടാണ് അദ്ദേഹം മാറി നിന്ന് കുളിക്കുന്നത് എന്നൊക്കെ ഇവർ ആരോപണം ഉന്നയിച്ചു എന്നും, അങ്ങനെ ഒരിക്കൽ മൂസാ നബി തൻ്റെ വസ്ത്രം ഒരു കല്ലിൻ്റെ മുകളിൽ കഴിച്ചിട്ട് കുളിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ കുളിച്ച് കഴിഞ്ഞ് തിരിച്ച് വസ്ത്രമെടുക്കാൻ വന്നപ്പോൾ ആ കല്ല് ആ വസ്ത്രങ്ങളുമായി ഓടുകയും മൂസാ നബി അലൈഹിസ്സലാം ആ കല്ലിൻ്റെ പിന്നാലെ ഓടി കല്ലേൻ്റെ വസ്ത്രം തിരിച്ചുക എന്ന് പറഞ്ഞ് ഓടുന്നതും, അവസാനം ഈ ബനു ഇസ്രായേലിൻ്റെ മുന്നിൽ
മൂസാ നബി അലൈഹി സ്വലാമിന് യാതൊരു ന്യൂനതകളുമില്ല, അള്ളാഹു അദ്ദേഹത്തെ ഏറ്റവും നല്ല രൂപത്തിലാണ് സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്തതും ഈ ആയത്തിൻ്റെ തഫ്സീറായിക്കൊണ്ട് ഇമാം ബുഖാരി റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അള്ളാഹു പറയുന്നു, അത്തരത്തിൽ മൂസാ നബിയെ ഉപദ്രവിച്ചതുപോലെ ഏത് തരത്തിലാണെങ്കിലും മൂസാ നബി ഒരുപാട് ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചു എന്ന് നമുക്കറിയാം. വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും പല തരത്തിലും മൂസാ നബിയെ കുത്തി നോവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ പലരും. അപ്പോൾ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ വേദനിപ്പിക്കരുത്, ശല്യപ്പെടുത്തരുത്. ഫബറഅഹുല്ലാഹു മിമ്മാ ഖാലു കണ്ടോ. എന്നിട്ട് അള്ളാഹു മൂസാ നബിയെ അവർ പറഞ്ഞതിൽ നിന്നെല്ലാം പരിപൂർണമായി നിരപരാധിയാക്കി, കുറ്റവിമുക്തനാക്കി. അതായത് അവർ പറഞ്ഞതൊന്നുമല്ല യാഥാർത്ഥ്യമെന്ന് അള്ളാഹു അവിടെ തെളിയിക്കുകയുണ്ടായി എന്നുള്ളതാണ്. വക്കാന ഇൻദല്ലാഹി വജീഹ. മൂസാ നബി ആണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അങ്ങേയറ്റം ഉത്കൃഷ്ടനായ വലിയ സ്ഥാനമുള്ള മഹാനായ നബിയാണ് എന്ന് അള്ളാഹു അവിടെ പ്രത്യേകം പറയുകയാണ്. അപ്പോൾ മൂസാ നബിയെ അവർ ശല്യപ്പെടുത്തി ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിങ്കൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് യാതൊരു കോട്ടവും തട്ടുകയില്ല. അതുപോലെ സത്യവിശ്വാസികളെ, നിങ്ങളുടെ പ്രവാചകനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ, അദ്ദേഹത്തെ വേദനിപ്പിച്ചാൽ അത് പ്രവാചകൻ അതിനൊരു കോട്ടവുമില്ല. പ്രവാചകൻ്റെ സ്ഥാനം അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു തരിമ്പ് പോലും ഇടിയുന്നതല്ല, പ്രശ്നം നിങ്ങൾക്ക് തന്നെയാണ് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരു പ്രവാചകൻ്റെ ജീവിതത്തിൽ നടന്നൊരു സന്ദർഭം നമുക്കിവിടെ പറയുന്നത് പ്രസ്താവ്യമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുനൈൻ യുദ്ധത്തിന് ശേഷം ലഭിച്ച സ്വത്ത് ഭാഗിക്കുന്നതിനിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ ഒരു ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾക്ക് അല്പം അധികം കൊടുക്കുകയും ചില ആളുകൾക്ക് കുറച്ചുമൊക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഒരാൾ പറഞ്ഞു, വല്ലാഹി ഇന്ന ഹാദിഹിൽ ഖിസ്മത മാ ഉദില ഫീഹാ വമാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹ്. ഇതൊരു ന്യായമായൊരു വീതം വെപ്പല്ല, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു വീതം വെപ്പല്ല എന്നൊരു മനുഷ്യൻ പറയുകയും അത് അങ്ങനെ പ്രവാചകൻ്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ പ്രവാചകൻ അങ്ങേയറ്റം കോപിക്കുകയും പ്രവാചകൻ്റെ മുഖത്ത് ആ ഒരു കോപം പ്രകടമാവുകയും നിറം മാറുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമിച്ചുകൊണ്ട് പറഞ്ഞു, ഫമൻ യഅദിൽ ഇദാ ലം യഅദിലില്ലാഹു വറസൂലുഹു. അള്ളാഹുവും റസൂലും നീതി കാണിച്ചിട്ടില്ല എങ്കിൽ മറ്റാരാണ് നീതി കാണിക്കുക എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞു, റഹിമല്ലാഹു മൂസ ഖദ് ഊദിയ ബി അക്സറ മിൻ ഹാദാ ഫസബറ. അള്ളാഹു മൂസാ നബിക്ക് കാരുണ്യം ചൊരിയട്ടെ, അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ നിന്ന് ഇതിനേക്കാളേറെ ഒരുപാട് അദ്ദേഹം പ്രയാസം അനുഭവിക്കുകയും അദ്ദേഹം ക്ഷമിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമിച്ച ഒരു രംഗം നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിൻ്റെ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടണം. അതിൽ നിന്ന് അള്ളാഹുവിനെ അനുസരിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടണം. വഖൂലു ഖൗലൻ സദീദ. ചൊവ്വായ സത്യമായ സംസാരം മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ. അന്യായമായ കളവായ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പേരിലൊക്കെ പ്രത്യേകിച്ചും ഇല്ലാത്തത് കെട്ടിച്ചമച്ച് പറയുക എന്നുള്ളത് ഒരിക്കലും നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തഖ്വ പാലിച്ച് നല്ല സംസാരം സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും. നിങ്ങളുടെ കർമ്മങ്ങളെ അള്ളാഹു നേരെയാക്കി തരുന്നതാണ്, നന്നാക്കി തരുന്നതാണ്. നല്ല നല്ല അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീക്ക് ലഭിക്കുകയും അവ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്നുള്ളത് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തിന്മകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി മറച്ചു വെക്കുന്നതാണ്. വമൻ യുത്തിഇല്ലാഹ വറസൂലഹു. ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫഖദ് ഫാസ ഫൗസൻ അദീമ. അവരാണ് വമ്പിച്ച വിജയം നേടിയ ആളുകൾ. ഫഖദ് തീർച്ചയായും, ഫാസ അവർ വിജയിച്ചിരിക്കുന്നു, ഫൗസൻ അദീമ ഏറ്റവും വമ്പിച്ച വിജയം നേടിയവർ അള്ളാഹുവിനെയും റസൂലിനെയും എല്ലാ തരത്തിലും അനുസരിച്ച ആളുകളാണ് എന്നുള്ളതാണ്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന സലൂമൻ ജഹൂലാ ليعذب الله المنافقين والمنافقات والمشركين والمشركات
ويتوب الله على المؤمنين والمؤمنات وكان الله غفورا رحيما. അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നീട് ഈയൊരു ഉത്തരവാദിത്വം, മനുഷ്യന് അള്ളാഹു ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വത്തിൻ്റെ ആ ഒരു ഗൗരവം, കനം അള്ളാഹു സൂചിപ്പിക്കുകയാണ്. ഇന്ന അർദനൽ അമാനത്ത, തീർച്ചയായും നാം ഈ അമാനത്തിനെ, അമാനത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു തക്ലീഫ്, നന്മകൾ ചെയ്യാനും തിന്മകൾ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യവും, അതിൽ നന്മ ചെയ്യുകയാണെങ്കിൽ പ്രതിഫലം നൽകാമെന്നും തിന്മ ചെയ്യുകയാണെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ള ഈ ഒരു ഉത്തരവാദിത്വത്തിനാണ്, ഈ ശരീഅത്തിനാണ് അള്ളാഹു ഇവിടെ അമാനത്ത് എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ അമാനത്തിനെ നാം പ്രദർശിപ്പിച്ചിരിക്കുന്നു, കാണിച്ചു കൊടുത്തിരിക്കുന്നു. അല സമാവാതി വൽ അർദി വൽ ജിബാൽ, വളരെ അള്ളാഹുവിൻ്റെ വമ്പിച്ച ശക്തരായ ചില സൃഷ്ടികൾ അള്ളാഹു എടുത്തു പറയുകയാണ്. ആകാശങ്ങൾക്ക്, അതുപോലെ തന്നെ ഭൂമിക്ക്, അതുപോലെ തന്നെ പർവ്വതങ്ങൾക്ക് മുന്നിൽ ഈ ഒരു തക്ലീഫ് ഏറ്റെടുക്കാൻ, ഈ ഒരു അമാനത്ത് ഏറ്റെടുക്കാൻ അള്ളാഹു അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ളതാണ്. ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നുള്ള തരത്തിൽ അള്ളാഹു അവർക്ക് മുന്നിൽ ഈ ഒരു അമാനത്തിനെ പ്രദർശിപ്പിക്കുകയും ഫഅബൈന അയ്യഹ്മിൽനഹ, ഇതിനെ വഹിക്കാൻ അവർ വിസമ്മതിക്കുകയും, അതായത് അബ എന്ന് പറഞ്ഞാൽ ഒരു അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു വിസമ്മതിക്കലല്ല, മറിച്ച് വിസമ്മതിക്കുക. വ അഷ്ഫഖ്ന മിൻഹ, ആ അമാനത്തിനെ തൊട്ട് അവർ അങ്ങേയറ്റം ഭയപ്പെടുകയും അത് ഏറ്റെടുക്കാൻ അവർക്ക് സാധിക്കുകയില്ല എന്നുള്ള തരത്തിൽ അവർ ഭയത്തോടുകൂടി അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയെ ഭയന്നുകൊണ്ട് ആ അമാനത്ത് ഏറ്റെടുക്കുന്നതിൽ നിന്ന് വിസമ്മതിക്കുകയാണ് ഉണ്ടായത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വഹമലഹൽ ഇൻസാൻ, എന്നിട്ട് ഈ അമാനത്തിനെ മനുഷ്യർ ഏറ്റെടുത്തിരിക്കുന്നു. ഈ അമാനത്തിനെ മനുഷ്യൻ, ഇവിടെ അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ വർഗമെന്നും അല്ല, ആദം നബി അലൈഹിസ്സലാമാണ് എന്നും രണ്ട് അഭിപ്രായങ്ങളുണ്ട്. രണ്ടും നമുക്ക് പറയപ്പെടാവുന്ന തഫ്സീറാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അള്ളാഹു ആകാശങ്ങൾക്കും ഭൂമികൾക്കും പർവ്വതങ്ങൾക്കും മുന്നിൽ ഇത്തരത്തിൽ അമാനത്തിനെ പ്രദർശിപ്പിച്ചതും മനുഷ്യന് മുന്നിൽ പ്രദർശിപ്പിച്ചതും മനുഷ്യൻ അതിനെ ഏറ്റെടുത്തതുമെല്ലാം യഥാർത്ഥത്തിൽ അതിൻ്റേതായ അതിനെ യോജിക്കുന്ന രൂപത്തിൽ നടന്ന കാര്യങ്ങളാണ് എന്നാണ് അള്ളാഹു ആലം പല മുഫസ്സിരീങ്ങളും അഭിപ്രായപ്പെട്ടതായി കാണുന്നത്. ഇന്നഹു കാന സലൂമൻ ജഹൂല, തീർച്ചയായും മനുഷ്യൻ സലൂമാണ്, അങ്ങേയറ്റം അക്രമിയാണ്. ജഹൂല, അതുപോലെ തന്നെ അറിവില്ലാത്ത അജ്ഞനാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മനുഷ്യൻ ഈ ഒരു അമാനത്തിനെ ഏറ്റെടുത്തല്ലോ, അപ്പോൾ ഈ അമാനത്ത് കൃത്യമായി അവൻ പാലിച്ചിട്ടില്ല എങ്കിൽ, അവനിതിൽ വീഴ്ച വരുത്തുകയാണ് എങ്കിൽ, വീഴ്ച വരുത്തിയ ആളുകൾ കാന സലൂമൻ, അവർ അക്രമിയായിരിക്കും. ജഹൂല, അതുപോലെ തന്നെ അവർ ഈ അമാനത്തിൽ വീഴ്ച കാണിക്കുമ്പോൾ അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കാത്തത് കാരണത്താലാണ് അവർ ഈ അമാനത്തിനെ പാഴാക്കിയത്. അതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ അള്ളാഹുവിനെ തൊട്ടും തങ്ങളുടെ റബ്ബിനെ തൊട്ടും ഈ അമാനത്തിൻ്റെ ഗൗരവത്തെ തൊട്ടും അറിവില്ലാത്ത അജ്ഞരാണ്, ജഹൂലാണ് എന്നാണ് ഈ ഒരു ഭാഗത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ചില ആളുകൾ ഇതിനിങ്ങനെ അർത്ഥം വെച്ച് പോകുമ്പോൾ മനുഷ്യൻ ഈ അമാനത്തിനെ ഏറ്റെടുത്തു, ഇന്നഹു കാന സലൂമൻ ജഹൂല, അവൻ അക്രമിയും വിവേകിയുമാണ്, അവൻ ഈ ഏറ്റെടുത്തത് തന്നെ ഒരു അക്രമമായിപ്പോയി, ഒരു എന്താണ് പറയുക, പോയത്തരമായിപ്പോയി എന്നുള്ള തരത്തിലൊക്കെ ആളുകൾ ഇതിനെ കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും. പക്ഷെ അള്ളാഹു ആലം ഈ അമാനത്തിനെ ഏറ്റെടുത്ത് അതിൽ വീഴ്ച വരുത്തിയ ആളുകളെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത് എന്നാണ് അതിൻ്റെ ഒരു വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാനം, മനുഷ്യൻ്റെ അടിസ്ഥാനം എന്നുള്ളത് ദുൽമും ജഹലുമാണ്. മനുഷ്യൻ്റെ അടിസ്ഥാനം അവൻ അക്രമിയും അവിവേകിയും അജ്ഞനും അറിവില്ലാത്തവനുമാണ് എന്നുള്ളതാണ്. പിന്നീട് ആണ് അവൻ്റെ അക്രമത്തെ തസ്കിയത്തിലൂടെ അദബ് പഠിച്ചുകൊണ്ട്, മര്യാദ പഠിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും വചനങ്ങൾ കേട്ട് ഉത്ബുദ്ധനായിക്കൊണ്ട് അവൻ്റെ അക്രമത്തെ അവൻ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അടിസ്ഥാനപരമായി മനുഷ്യൻ അറിവില്ലാത്തവനാണ്. അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങളൊന്നും അറിയാത്തവരായിക്കൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ അവൻ ഇൽമ സ്വീകരിച്ചുകൊണ്ട്, അറിവ് പഠിച്ചുകൊണ്ട് അവൻ്റെ ആ ജഹലിനെയും അവൻ നീക്കേണ്ടതുണ്ട് എന്നുള്ള തരത്തിൽ മനുഷ്യകുലത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് അതിക്രമവും അറിവില്ലായ്മയുമാണ് എന്ന്. അല്ല എന്നുണ്ടെങ്കിൽ ഈ അമാനത്തിൽ അവർ വീഴ്ച വരുത്തുകയാണ് എങ്കിൽ അവൻ അക്രമിയും അറിവില്ലാത്തവനുമായിരിക്കും എന്നുള്ള തരത്തിലാണ് നമ്മൾ ഈ ഭാഗത്തെ മനസ്സിലാക്കേണ്ടത്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ ഒരു അമാനത്ത് അള്ളാഹു വെറുതെ മനുഷ്യനെ ഏൽപ്പിച്ച് വെറുതെ വിടുകയല്ല, മറിച്ച് ഈ അമാനത്ത് കൃത്യമായി പാലിക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കുമെന്നും ഈ അമാനത്തിൽ വീഴ്ച വരുത്തിയ ആളുകളെ കൃത്യമായി ശിക്ഷിക്കാനും വേണ്ടിയാണ് ഈ അമാനത്ത് അള്ളാഹു നിർണയിച്ചത് എന്നും അള്ളാഹു പറയുന്നു. ലിയുഅദ്ദിബ അല്ലാഹു,
അള്ളാഹു ശിക്ഷിക്കുന്നതിന് വേണ്ടി അൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത്, ഈ അമാനത്തിൽ വീഴ്ച വരുത്തിയ ആളുകളെ ഇങ്ങനെ എണ്ണിപ്പറയുകയാണ്. മുനാഫിക്കുകളെ, അതുപോലെ തന്നെ മുനാഫിക്കങ്ങളായ സ്ത്രീകളെ, കപടവിശ്വാസികളെയും കപടവിശ്വാസിനികളെയും അള്ളാഹു ശിക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. വൽ മുശ്രിക്കീന വൽ മുശ്രിക്കാത്ത്, ഈ അമാനത്തിൽ വീഴ്ച വരുത്തിയ മറ്റൊരു കൂട്ടത്തെ അള്ളാഹു എണ്ണിപ്പറയുകയാണ്. അള്ളാഹുവിൽ ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളെയും മുശ്രിക്കാത്തുകളെയും, ബഹുദൈവാരാധകരായ പുരുഷന്മാരെയും സ്ത്രീകളെയും ആ തിന്മ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഇനി റബ്ബ് പറയുന്നത് പോലെ നന്മ ചെയ്യുമ്പോൾ പിന്നെ അവിടെ സ്ത്രീ പുരുഷ ഭേദമൊന്നും അവിടെ ഇല്ല. നന്മ ചെയ്താൽ പ്രതിഫലം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ, തിന്മ ചെയ്താൽ അതിന് കുറ്റം ലഭിക്കുമെന്ന കാര്യത്തിൽ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാകട്ടെ അള്ളാഹുവിൻ്റെ കൺമുന്നിൽ സമമാണ് എന്നുള്ളതാണ്. അപ്പോൾ മുശ്രിക്കീങ്ങളെയും മുനാഫിക്കുകളെയും ശിക്ഷിക്കുന്നതിന് വേണ്ടിയും വയതൂബല്ലാഹു അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും അള്ളാഹു തൗബ ചെയ്തു കൊടുക്കാൻ, അള്ളാഹു പൊറത്തു കൊടുക്കുന്നതിനും വേണ്ടിയാണ് അള്ളാഹു ഇത്തരത്തിൽ അമാനത്തിനെ നിർണയിച്ചിട്ടുള്ളത്. അതായത് ഈ അമാനത്തിനെ കൃത്യമായി പാലിച്ച് അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കുന്ന സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും അള്ളാഹു പൊറത്തു കൊടുക്കുന്നതാണ്, അതിന് കൃത്യമായ പ്രതിഫലം കൊടുക്കുന്നതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അമാനി മൗലവി റഹിമഹുല്ല സൂചിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ അമാനത്തിനെ ഏറ്റെടുത്തത്, അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിരോധനങ്ങളും വഹിക്കാമെന്ന് ഏറ്റെടുത്തത് മനുഷ്യനാണ് എന്നാണല്ലോ ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ജിന്നെന്ന വർഗത്തെ നിഷേധിക്കുന്ന ആളുകളും അതുപോലെ മലക്ക് എന്ന ആ ഒരു ലോകത്തെ നിഷേധിക്കുന്ന ആളുകളുമൊക്കെ ഈ ഒരായത്തിനെ അവരുടെ പിഴച്ചവാദങ്ങൾക്ക് ഉള്ള പിൻബലമായിക്കൊണ്ട് ദുർവ്യാഖ്യാനിച്ചു കൊണ്ടുവരാറുണ്ട്. ഒരിക്കലും അത് ശരിയല്ല എന്ന് അമാനി മൗലവി റഹിമഹുല്ല പറയുകയാണ്. അവർക്കും കൽപ്പനകളുണ്ട്. അള്ളാഹു പറഞ്ഞല്ലോ, മലക്കുകൾ അവരെ അള്ളാഹു കൽപ്പിക്കുന്ന കാര്യങ്ങൾ ലംഘിക്കുന്നവരല്ല. അപ്പോൾ അവർക്ക് ലംഘിക്കാൻ സാധിക്കുകയില്ല എന്നുണ്ടെങ്കിലും അള്ളാഹു അവരോട് കൽപ്പിക്കുന്നുണ്ട്. അതുപോലെ ജിന്നുകൾക്കാണെങ്കിൽ മനുഷ്യരെ പോലെ തന്നെ കൽപ്പനകളുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവർക്ക് ആ കൽപ്പന ലംഘിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ലംഘിച്ചവർ നരകത്തിൽ പോവുകയും ചെയ്യും എന്നൊക്കെ മറ്റുള്ള വ്യക്തമായ ഖുർആൻ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു പിഴച്ച വാദം നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്ന് അമാനി മൗലവി റഹിമഹുല്ല ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു അവസാനം പറയുകയാണ്, വക്കാന അല്ലാഹു ഗഫൂർ റഹീമ, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും, എത്ര പാപങ്ങൾ ചെയ്തവരാണെങ്കിലും, എത്ര തവണ പാപങ്ങൾ ചെയ്തവരാണെങ്കിലും, എത്ര വലിയ പാപങ്ങൾ ചെയ്തവരാണെങ്കിലും അള്ളാഹു അവർക്കെല്ലാം പൊറത്തു കൊടുക്കുന്നതാണ്. റഹീമ, അവരോടെല്ലാം അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്ന ആളുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ സൂറത്തുൽ അഹ്സാബ് ചെറിയ മട്ടത്തിൽ തഫ്സീർ പഠിച്ചു കഴിഞ്ഞു. ഇനിയും ഒരുപാട് ഈ സൂറത്തുൽ അഹ്സാബിൽ തന്നെ നമുക്ക് വിശദീകരിക്കാനുണ്ട്. പക്ഷേ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലാണ്, പരമാവധി നമ്മൾ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ പഠിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ നമ്മൾ ഈ പഠിച്ചതും പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സാലിഹായ സൽക്കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പറഞ്ഞതിലും കേട്ടതിലുമെല്ലാം ഉപരി ഈ പഠിച്ച തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വിശ്വാസമായും കർമ്മമായും ഒക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരത്തിൽ ഖുർആൻ പാരായണത്തിലൂടെയും പഠനത്തിലൂടെയും മരണം വരെ ജീവിക്കുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ അഹിലുകാരിൽ, അസ്ഹാബുകളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ വർഹംനാ യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ്.